നമസ്കാരം. ഗാസയിൽ പട്ടിണിയെ ആയുധമാക്കുന്നുവെന്ന് ലോകം മുഴുവൻ വിമർശിച്ചിട്ടും നിലപാടിൽ നിന്നൊട്ടും പിന്നോട്ടു പോയിട്ടില്ല ഇസ്രായേൽ. കടുത്ത പട്ടിണിയിൽ മുക്കിയും വിശന്ന് തളർന്നവർക്ക് മേൽ ബോംബ് വർഷിച്ചും ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത ആക്രമണം തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു നേരത്തെ ആഹാരമോ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ കിട്ടാത്ത മരിച്ചു വീഴുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ. 10 ലക്ഷത്തിലേറെ മനുഷ്യർ പട്ടിണി കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഗാസ മീഡിയ ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമൊക്കെയാണ്. പോഷകാഹാരക്കുറവ് ബാധിച്ച് 65,000 കുഞ്ഞുങ്ങൾ ആശുപത്രിയിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു മാനുഷിക ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിന് മാത്രമാണ്. ഭക്ഷണം, മരുന്ന്, ശുദ്ധജലം എന്നിവയുടെ അഭാവം മൂലം ലക്ഷക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും ജീവൻ അപകടത്തിലാക്കിയതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിന് മാത്രമാണ്. ഗാസ മീഡിയ ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണം ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം 60 ദിവസം പിന്നിട്ടിരിക്കുന്നു. കടലാമയുടെ ഭക്ഷണമൊക്കെയാണ് ഇപ്പോൾ ഗാസയിൽ ജനത ഭക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പേടിയായിരുന്നു കടലാമയെ. എന്നാൽ അതിന്റെ മാംസം ഏറെ രുചികരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ അത് കഴിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് എന്നാണ് ഗസയിൽ നിന്നുള്ള മാജിദ ഖാൻ പറയുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നേരെ ഇസ്രായേലി പട്ടാളക്കാർ വെടിവെക്കും. എല്ലാ ദിവസവും ഇതാണ് അവസ്ഥ. ആക്രമണം തുടരുന്ന ഗാസ മുനമ്പിൽ ഇസ്രായേൽ പട്ടിണി മരണം അടിച്ചേൽപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം UN ചൂണ്ടിക്കാട്ടിയിരുന്നു. പട്ടിണി മൂലം ഫലസ്തീനികൾ മരണത്തോട് മല്ലിടുകയാണെന്നും ഗാസയിൽ എങ്ങും പട്ടിണി വ്യാപിച്ചിരിക്കുകയാണെന്നും ഫലസ്തീനി അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി പറയുന്നു. ചാരിറ്റി സംഘടനകളുടെ ഭക്ഷണ വിതരണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണത്തിനായി കേഴുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ഗസയ്ക്ക് പുറത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയോടെ ഗസയിലേക്കുള്ള തങ്ങളുടെ കരുതൽ ഭക്ഷണ ശേഖരം പൂർണ്ണമായും തീർന്നുവെന്നും UN റിലീഫ് ഏജൻസി അറിയിക്കുന്നു. മരുന്നുക്ഷാമം നിരവധി രോഗികളുടെ മരണത്തിന് ഇടയാക്കുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നു. ഫലസ്തീനികൾക്കായുള്ള UN അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം ഗാസയിൽ നിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ ജോഷുവ സിമൻസൺ ലോക കോടതി മുമ്പാകെ പ്രസ്താവിച്ചു. UN ഏജൻസിയുടെ പ്രവർത്തനം തടഞ്ഞതോടെയാണ് ഗാസയിൽ പട്ടിണി വർദ്ധിച്ചതും. യുദ്ധവേളയിൽ പോഷകാഹാരക്കുറവ് മൂലം 52 പേരാണ് ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ടതെന്നും അവരിൽ 50 കുട്ടികളാണെന്നും ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗാസയിൽ ഒക്ടോബർ 7 മുതൽ 52,418 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട്. 1,18,091 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം മരണം 61,700 കടക്കുമെന്ന് ഗസ മീഡിയ ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. ഗസയിലെ അൽ റന്തീസി ആശുപത്രിയിൽ ഒരു ബാലിക കൂടി മരിച്ചതോടെ ഗസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 57 ആയിരിക്കുകയാണ്. 2 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണിപ്പോൾ മരണമുനമ്പിൽ കഴിയുന്നത്. ഭക്ഷണം, വെള്ളം, ഇന്ധനം, മരുന്ന് എന്നിവ ഉടൻ ഗസയിൽ എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി സ്ഫോടകാത്മകമാകുമെന്ന് UN മുന്നറിയിപ്പ് നൽകി.